പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ വെറുതെ ഒന്ന് കനകക്കുന്നിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. കനകക്കുന്നിലേക്ക് വരി, അടിപൊളി ഒരു കാഴ്ച കണ്ടേച്ച് തിരിച്ചു പോവാം. ഇനി തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ കഥ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒന്ന് കണ്ടുവരാം. 2 കണ്ണ്, മൂക്ക്, മീശ, ചുണ്ട്, താടി, മുടി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ല കാണാൻ. ഇത് കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് കനകക്കുന്നിൻ്റെ മുമ്പിലേക്ക് വന്നാൽ മതി. ഇതിൻ്റെ പ്രത്യേകത ഇതൊന്നുമല്ല, എല്ലാം പാഴ് വസ്തുക്കൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചിത് നിർമ്മിച്ചിരിക്കുന്നു. ഇത് കുറച്ച് തുണികളുണ്ട്, ബാക്കി മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. പ്ലാസ്റ്റിക് കുപ്പികളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗമൊക്കെ ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗവും നടുക്കുമൊക്കെയാണ്. ഇത് കുപ്പി തുറക്കുന്ന ബോട്ടിൽ തുറക്കുന്ന ഭാഗം. അങ്ങനെ ഓരോ ഭാഗങ്ങളും പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടും കുറച്ച് തുണികൾ കൊണ്ടും വെച്ചിരിക്കുന്നു. വൃത്തി എന്ന പേരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒരു എക്സിബിഷൻ കനകക്കുന്നിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർമ്മാണം. ഇത് നിർമ്മിച്ച ചേട്ടനാണ് തോന്നുന്നത്. അതെ, ചേട്ടൻ്റെ പേര് ശബരീഷ്. എന്താണ് ഇങ്ങനൊരു ഐഡിയ? ഒന്നുമില്ല, വേസ്റ്റ് ടു ആർട്ട് എന്ന് പറയുന്നൊരു സാധനം, ആ ഒരു തീമാണ് ഇതിൽ വർക്കൗട്ട് ചെയ്തത്. പിന്നെ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ പാഴ്വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണല്ലോ ഇനി അങ്ങോട്ടേക്ക്. പാഴ്വസ്തുക്കളുടെ അളവ് കൂടിക്കൂടി വരാൻ പോകും. കുപ്പിയും തുണിയും മാത്രമാണ് എൻ്റെ അത്. കുപ്പിയും തുണിയും പാക്കിംഗ് മെറ്റീരിയൽസും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെയ്തതാണ്. എത്ര ദിവസം എടുത്തു? 12 ദിവസം. എത്ര രൂപ ചിലവും? ഇതൊരു പാക്കേജാണ്, വില മതിക്കാനാവില്ല. ഓക്കെ, അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. അല്ല, വേറെയും കുറച്ച് ചെറിയ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ മുന്നിലും ചുറ്റുമായിട്ട് ഒക്കെ ഈ ബോട്ടിൽസും ക്യാൻ, ടിൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. നല്ല അടിപൊളി, ഒരു രക്ഷയില്ല. കനകക്കുന്നിലേക്ക് മന്ത്രിയല്ല ആര് കടന്നു വന്നാലും ഇതൊന്ന് കണ്ട് MP രാജേഷ് ഫോട്ടോ എടുക്കുന്നത് പോലെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോകേണ്ടി വരും. ഒരു രക്ഷയില്ല അല്ലേ കണ്ടിട്ട്? ഭംഗി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പാഴ്വസ്തുക്കളുമാണ്. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചതാണ് ഇതെല്ലാം. വേസ്റ്റ് ടു ആർട്ട് ഇൻസ്റ്റലേഷൻ വേണം എന്നുള്ളത് തീരുമാനിച്ച കാര്യമാണ്. ഇനിയും ഒരുപാട് വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇത് കാണണമെന്നുള്ളവർ കനകക്കുന്നിലേക്ക് വന്നു. 13-ാം തീയതി വരെ ഉണ്ട്. ഇത് മിസ് ചെയ്യരുത്. ഇത് കാണാനായിട്ട് തിരുവനന്തപുരത്ത് ചുറ്റുമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടം വരെ വന്നാലും നഷ്ടമുണ്ടാകില്ല. അത്രയ്ക്ക് ഗംഭീരമാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. വേറെ ഒന്നും പറയാനില്ല. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. സംഭവം പൊളിയാണ് കേട്ടാ, സംഭവം പൊളിച്ച് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലേ. നല്ല മനോഹരമായ കാഴ്ചയാണ്. മാലിന്യം കൊണ്ട് ഇങ്ങനെയൊരു ആർട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും വായിച്ചിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് പൃഥ്വി കോൺക്ലേവുമായി ബന്ധപ്പെട്ടാണ് ഈ ആർട്ട് ഇൻസ്റ്റലേഷൻ ഉള്ളത്. വേസ്റ്റ് കൊണ്ടുള്ള ആർട്ട് ഇൻസ്റ്റലേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മൾ വലിച്ചെറിയുന്നത് എന്ന് കരുതി നാളെ ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് എന്താ കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങ് ഇട്ടേക്കാം എന്ന് കരുതരുത് എന്ന് മാത്രം. ഈ മാലിന്യങ്ങളിൽ നിന്ന് പോലും സൗന്ദര്യമുള്ള കാര്യങ്ങൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും.